ഇന്നത്തെ നേരത്തെ നേരം എടുത്തോ? ഇന്നിനി കോളേജിൽ പോകണോ? ആ പോയേക്കാം. ഇവിടെ ഇരുന്നിട്ട് എങ്ങനെ എടുക്കാനാ? മോളെ ലിയ, എന്താണ്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ മോളെന്ന് വിളിക്കരുതെന്ന്? കോൾ മീ ലിയ, അത് മതി. മോളെ നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. എന്ത് കഷ്ടമാണ്. എനിക്കിവിടെ ഒന്നും വേണ്ട. മോളെ ലിയ, അവിടെ നിക്ക്. നീ എന്നത്തിന് ഇങ്ങനെ കരയുന്നേ? നമ്മുടെ മോള്, അവളുടെ അമ്മ എന്ന വിളി ഇത് കേൾക്കണ ചായ. ഇനി ഈ ജന്മം അതുണ്ടാവോ? ഉണ്ടാകും. നമ്മളുടെ സ്നേഹം അവൾ കാണാതിരിക്കില്ലടാ. നമ്മൾക്ക് ഒരു കുട്ടിയെ ദൈവം തന്നില്ല. പക്ഷെ ആ കുറവ് നമുക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ? അവൾ തോന്നിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ വാത്സല്യവും സ്നേഹവും എല്ലാം അനുഭവിച്ചറിഞ്ഞ നമ്മുടെ മകൾ, അവൾക്കൊരിക്കലും നമ്മളെ വെറുക്കാൻ പറ്റത്തില്ല. എന്താണ് പറയ? ടൈം എത്രയായി? ഇതുവരെ ലിയനെ കണ്ടില്ലല്ലോ. അവരുടെ റിഹേഴ്സൽ കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. ഇനി നാളെ ഒന്ന് ഞാനും കൂടെ പോവും അവളുടെ കൂടെ. എന്നിട്ട് വേണം അവളുടെ കയ്യിരിക്കാൻ കൂടെ വാങ്ങിച്ചു പിടിക്കാൻ വേണ്ടിട്ട്. നിനക്ക് അവിടെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നൂടെ? നീ പോടാ. അയ്യോ സോറി ചായ, അത് പിന്നെ ഒരു ഫ്ലോയിൽ വന്നു പോയതാ. ഓ, നിന്റെ ഫ്ലോയൊക്കെ ഞാൻ മാറ്റി തരാവേ. അയ്യോ വേണ്ടേ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകത്തില്ലേ? എന്റെ അച്ഛൻ ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടാ? ഇതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. ബേബി തരട്ടെ ഒരെണ്ണം? നമ്മളൊന്നും കണ്ടില്ലേ അല്ലേ ജീനി? അതെ അതെ. ആ ദേ ലിയ വന്നല്ലോ. എന്താ ഇത്ര ലേറ്റ് ആയേ? ഇവിടെ നേരത്തെ വന്നൊരു കാര്യമില്ലല്ലോ. ആള് കളിപ്പിലാണല്ലോ. എന്താണ് ആ ഇന്നത്തെ പ്രശ്നം? ഓ, അതിപ്പോ ഒരു പുതുമയൊന്നല്ലല്ലോ. നമുക്ക് ആന്റി വിളിച്ച് ചോദിച്ചാൽ പോരെ? അപ്പൊ അറിയാലോ. ചെയ്യാ ഒന്നിനു വന്നേ. എന്താണ് ഇവിടെ കാമുകയും കൂടെ? നിർത്താനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? അതൊക്കെ നമ്മൾ ആലോചിച്ചോളാം. നിനക്കാ എന്റെ ചേട്ടായി വിളിക്കുന്നുണ്ട്. ശരി, നടക്കട്ടെ. ഓ, ഇതിന് ഞാനിന്ന് നോക്കിക്കോ. ഒന്ന് മാറി കിട്ടായ. ഹലോ, എന്താണ്? നിനക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചൂടെ? ഇനി മുതൽ എന്നോട് സംസാരിക്കണമെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കണം, കേട്ടല്ലോ? എന്താണ് എന്ന് കലിപ്പിലാണല്ലോ. എന്നെ പറ്റിയാണ് നിനക്ക്? എനിക്ക് എന്ത് പറ്റിയത് നിനക്കെന്താ? ഞാൻ ഇനി ഫുൾ ടൈം ഇങ്ങനെ തന്നെ ആയിരിക്കും. നല്ല പ്രശ്നമുണ്ടോ? ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കൊന്നുമില്ല. ഇനി എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്കിൽ പറയൂ. പറയാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ പറഞ്ഞ ശരിയാവത്തില്ല. ഞാൻ പിന്നീട് വിളിക്കാം. ഓ ആയിക്കോട്ടെ, ഇനി എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. ഓ ശരിയെന്നേ. ബൈ മോളു, ലവ് യു. ഐ ഡോണ്ട് ലവ് യു. മോളൂസേ, ഇച്ചതിന് വിഷമാവത്തില്ലേ? അയ്യേ, ഇച്ചായനോ? ആരുടെ ഇച്ചായൻ? ഒന്ന് പോയേ, ഞാൻ വയ്ക്കുക. ജീനി, എന്തായി? ആന്റി വിളിച്ചോ? എന്ത് പറഞ്ഞു?
പ്രത്യേകിച്ചൊന്നുമില്ല, സ്ഥിരമുള്ളത് തന്നെയാ. ഇവരെന്തിനാ ആന്റി അങ്കിളിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നല്ല കാര്യം അയച്ചെന്ന് ചോദിച്ചാലും മതി, അവളിപ്പ പറഞ്ഞുതരും. ഒന്നാമത് നല്ല കടുപ്പിലിരിക്കുക. അതിന്റെ ഇടയിലോട്ട് ഞാൻ ചോദിച്ചോളൂ കേട്ടോ. ചോദിക്കും, ഞാൻ ചോദിക്കും. എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ കാര്യം എനിക്കത് അറിഞ്ഞേ പറ്റൂ. അവൾ പോയി. ആ പോട്ടെ, എന്നെ കിട്ടുമ്പോഴത്തേക്ക് സമാധാനായിക്കോളും. ജീനി, നീ ഒന്ന് വന്നേ. ലിയയും ടേയും രണ്ട് കണക്കാ, ഒന്നിനൊന്ന് മെച്ചം. സോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റിയില്ല. ഒന്ന് വന്നേ. ലിയ, എന്താ ലിയ, നീ കരയുവാണോടാ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടി. ഇനി പറയൂ, എന്തിനാ നീ കരയുന്നു? എന്താ നിന്റെ പ്രശ്നം? ലിയ, നീ ഇങ്ങനെ കരയില്ലടാ. കാര്യം പറയാ. ഞങ്ങൾ ഇനി അവർ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇനി നിന്നെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്. ഈ കാര്യം പറയൂ ലിയ, നീ ഒന്ന് പറയൂ. നിന്റെ വിഷയം എന്തായാലും ആ ഞങ്ങളുടെയും കൂടെ അല്ലേ? നമ്മൾ ഒന്നല്ലേടാ? ഞാനത് പറഞ്ഞാൽ ഞങ്ങളെ വെറുക്കോ? ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കോ? ഒരു ഒറ്റ അരീക്ഷണുണ്ടല്ലോ, നീ നമ്മളെ പറ്റി അങ്ങനെയാണോ കരുതില്ല? ലിയ, മാറി നിർത്ത്. ഈ കാര്യം പറയുന്നുണ്ടോ? ജീനി, നീ മിണ്ടാതിരിക്കുക. അത് പറയൂ ലിയ, പറയൂ. അതിന്റെ പ്രാക്ടീസ് ഒക്കെയാണ്, അതുകൊണ്ട് ക്ലാസ് ഇല്ല. ജൂൺ 3 എവിടെ? പ്രാക്ടീസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുക. പിന്നെ ആന്റി, ഞങ്ങൾക്കൊരു കാര്യം അറിയണമായിരുന്നു. എന്താണ്? എന്തുണ്ടെങ്കിലും ചോദിച്ചോ. അത് ലിയനെ കുറിച്ചാണ്. ആന്റി, ലിയക്ക് എന്നെ പറ്റി? അവൾക്ക് എന്താ പ്രശ്നം? അവൾ 2-3 മാസം കൊണ്ട് ടോട്ടലി ഡൗണാ. ഞങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. എന്താ ആന്റി അവൾക്ക് പറ്റി? അവൾ എങ്ങനെ വിഷമിക്കുന്നത് കാണാൻ വയ്യ. അത് അവളിങ്ങനെ വിഷമിക്കാൻ കാരണം ഞങ്ങൾ തന്നെയാ. അച്ഛാ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? പിന്നെ ഞങ്ങളുടെ തങ്കക്കുടല്ലേ. ഹായ് ലിയ, തന്നെ കാണുന്ന സുന്ദരിയാണല്ലോ. അതെ അതെ, തന്നെ കാണാൻ ഒരു പ്രിൻസസിനെ പോലെയുണ്ട്. എന്ത് ഭംഗിയാ തന്റെ ഡ്രസ്സ് കാണാൻ. നിങ്ങളുടെ പാരന്റ്സിനോട് പറയും ഇതേപോലെ വാങ്ങിച്ചേനെ. ഇത് എന്റെ അച്ഛനൊന്ന് വാങ്ങിച്ചു തന്നതാ. ആ, എത്ര നാളായി കണ്ടിട്ട്. മോളെ ലിയ, ഒന്നിങ്ങ് വന്നേ. എന്താ അച്ഛാ? ഇതാ ഞങ്ങളുടെ പൊന്നു മോള്. മോളെ, ഇത് പവി ആന്റി. ഹലോ ആന്റി, നൈസ് ടു മീറ്റ് യു. ഹലോ മോളു. ആ മോളെ, ഇനി നീ അങ്ങോട്ട് പൊക്കോ. ഓക്കെ അമ്മ. എന്തായാലും നിങ്ങളുടെ മനസ്സ് കൊള്ളാം. ഒരു അനാഥ കുട്ടിക്കാണ് നിങ്ങളുടെ നല്ല ജീവിതം കൊടുത്തേ. ആന്റി, നിങ്ങളുടെ ഈ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കുട്ടിയെ കിട്ടിയില്ലല്ലോ. ആന്റി, അതിനിപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. ഞങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അവൾ അനാഥ കുട്ടീനെ വല്ലതും പറഞ്ഞ ലിയ ഞങ്ങളുടെ മകളാണ്, എന്റെയും മിച്ചായിന്റെയും ഏഞ്ചൽ. ഇത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കി. ഇതെല്ലാം നമ്മുടെ ലിയ കേൾക്കുന്നുണ്ടായിരുന്നു. ഹേയ്, നീ ഓർഫൻ ഗേൾ ആണോ? ഓർഫൻ പ്രിൻസസ് അല്ലേ? ലിയയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
ഓർഫൺ ആയിരുന്നു അല്ലേ? മോളെ വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞങ്ങളുടെ മകളല്ലല്ലോ. ആര് പറഞ്ഞു? ആര് നിന്നോട് പറഞ്ഞേ? നീ എന്റെ മകൾ തന്നെയാ. ഓർഫൺ ഗേൾ എന്നെ ഓർഫൺ തന്നെയായിരിക്കും. മോളെ നീ എന്തൊക്കെയാ പറയുന്നേ? എന്നെ ഇവിടുന്ന് അടിച്ചുവിടല്ലേ. എനിക്ക് പോകാൻ വേറൊരു സ്ഥലമില്ലാത്തോണ്ടാ. പ്ലീസ്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി ജീവിച്ചോളാം എന്നും പറഞ്ഞ ലിയ അകത്തേക്ക് കയറിപ്പോയി. ഇച്ചായ, അവൾ എനിക്ക് പറ്റുന്നില്ല. നാളെ പൊളിക്കല്ലേ കോളേജില്? പിന്നല്ല. നന്നല്ലോ. ആരാടി? എന്റെ ചേട്ടായി, അല്ലാതെ പിന്നെ ആരാ? ഓ, എന്റെ കോളിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു തോന്നണു. പെട്ടെന്ന് എടുത്തല്ലോ. അത് പിന്നെ എന്താ വിളിച്ചത്? കാര്യം പറയേ. നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ കൊച്ചും കൂടെ വരുന്നുണ്ട്. കൊച്ചോ? ഏത് കൊച്ച്? ഏയ്, ആ കൊച്ചല്ല, ഒരാള്.